കുറെ ദിവസങ്ങളായി കേരളത്തിൽ വല്ലാതെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കറുപ്പ്. കലാമണ്ഡലം സത്യഭാമയുടെ ചില പരാമർശങ്ങളാണ് പിൽക്കാലത്ത് വിവാദമായി മാറിയത്. നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത, ഒരാൾ ഒന്ന് പറഞ്ഞാൽ അതെന്തർത്ഥത്തിൽ പറഞ്ഞു എന്ന് പോലും ചിന്തിക്കാതെ പെട്ടെന്ന് അത് വിവാദമാക്കി മാറ്റുവാൻ താല്പര്യപ്പെടാറുണ്ട്. കാരണം വിവാദമായാലേ നമുക്കത് രസകരമാകും. എല്ലാവരും റേറ്റിംഗ് കൂട്ടുക, ലൈക്ക് കൂട്ടുക എന്നൊരു താല്പര്യത്തിലായിരിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും പറഞ്ഞ അർത്ഥം നമുക്ക് കിട്ടുക എന്നുള്ള വിഷയമേ നമുക്കില്ല. ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഏതായാലും ഞാൻ സത്യഭാമ വിഷയത്തിൽ ഒരു മറുപടിയും പറഞ്ഞില്ല എന്ന് പലരും എന്നോട് ആവശ്യപ്പെട്ടു. ഞാനത് പറയാൻ തിരിഞ്ഞു നോക്കിയതേ അല്ല. എങ്കിലും ഈ ദിവസങ്ങളിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് വന്ന് കണ്ടപ്പോൾ ഒരു മറുപടി പറയണം എന്ന് മനസ്സിൽ ചിന്തിച്ചു. കലാമണ്ഡലം സത്യഭാമ എന്നറിയപ്പെടുന്ന ഡാൻസ് ടീച്ചർ ചില നാളുകൾക്ക് മുമ്പ് ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിൽ നൽകിയ ഇന്റർവ്യൂവിലെ ഒരു പരാമർശമാണ് ചർച്ചയ്ക്ക് കാരണമായത്. കലാഭവൻ മണിയുടെ അനുജനെ പറഞ്ഞു എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ അവർ പേരെടുത്ത് ആരെയും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മളത് അവരിലേക്ക് കൊണ്ട് ഫോക്കസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെന്തെങ്കിലും അജണ്ടയുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന്റെ പുറകിൽ കൃത്യമായി അവർ ജാതി അധിക്ഷേപം നടത്തിയെന്നും ഒക്കെ പറഞ്ഞ് അവർക്കെതിരെ വല്ലാത്ത പ്രചരണങ്ങൾ ഉണ്ടാക്കി. അത്രയും അവ സ്ത്രീ ഉദ്ദേശിച്ചിരുന്നു എന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ആരുടെങ്കിലും പേർക്ക് പറഞ്ഞാൽ അത് സ്ത്രീക്കെതിരെയാണ് പറഞ്ഞതെങ്കിൽ സ്ത്രീത്വത്തെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ബഹളം വെക്കുക. പുരുഷനെതിരെ പറഞ്ഞുവെങ്കിൽ അത് ജാതി കുറഞ്ഞതാണെങ്കിൽ രക്ഷപ്പെട്ടു, അതിന്റെ പേര് വെച്ച് ബഹളം വെക്കുക. ചുമ്മാ എന്തെങ്കിലും ബഹളം വെക്കുക. വാസ്തവത്തിൽ പറഞ്ഞ ആള് ഇതിൽ എന്തെങ്കിലും ഉദ്ദേശിച്ചിരുന്നു എന്നൊന്നും അറിയാൻ പാടില്ല. ഇവിടെ ആരൊക്കെ പിന്നെ പറയുന്ന കേട്ടോ ഇവിടെ ബ്രാഹ്മണ മേധാവിത്വമാണ്, ആ സ്ത്രീ ബ്രാഹ്മണ സ്ത്രീയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും അവര് പറഞ്ഞ കാര്യങ്ങളുടെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. മോഹിനിയാട്ടം പെൺകുട്ടികൾ ഇത്തിരി സൗന്ദര്യമുള്ളവർ കാണിക്കുന്നതാണ് നല്ലത്. അത് അവര് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം മോഹിനിയാട്ടം എന്നത് കാണുന്ന ഒരാൾക്ക് ഒരു മോഹം ഉണ്ടാവണം, ഒരു താല്പര്യം ഉണ്ടാവണം. മോഹിനി എന്ന് പറയുന്നത് അത്തരത്തിലുള്ളൊരു സാധനമാണ്. സൗന്ദര്യത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ശക്തിയാണ്. ഞങ്ങൾ അതിനെ പൈശാചിക ശക്തി എന്ന് പറയും കേട്ടോ. നിങ്ങൾക്കത് പറഞ്ഞാൽ ചിലപ്പോൾ മനപ്രയാസം ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതേതായാലും ഒരു സാധനമാണ്. ആ മോഹിനി എന്ന ആ വ്യാപാര ശക്തി ഒരു മനുഷ്യനിൽ ബാധിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ശരീരം വെളിപ്പെടുത്താൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് പുരുഷനെ ബാധിച്ചാലും അങ്ങനെ തന്നെയാണ്. ശരീരം വെളിപ്പെടുത്താൻ ഇഷ്ടമായിരിക്കും. എത്ര ഒരുങ്ങിയാലും കൊതി തീരില്ല, ഒരുക്കത്തോടൊരുക്കമായിരിക്കും. അതിന്റെ പുറകെ നടക്കുന്നത് ഈ ഒരു ബാധ അവരെ ബാധിക്കുമ്പോഴാണ്. വാസ്തവത്തിൽ മോഹിനിയാട്ടം എന്നത് ആൾക്കാരിൽ മോഹം ജനിപ്പിക്കത്തക്ക നിലയിൽ വരേണ്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് ആടുമ്പോൾ സൗന്ദര്യം ഉണ്ടായിരിക്കണം എന്ന് അവർ പറഞ്ഞതിന് ഒരിക്കലും ഒരു തെറ്റുള്ളതായി എനിക്ക് തോന്നുന്നില്ല. എന്നെ പോലൊരു കറമ്പൻ അത് ആടിയാൽ അതിന്റെ ലുക്ക് വരില്ല. അതുപോലെ അവരെടുത്തു പറഞ്ഞു, കാലുകൾ അകത്തി വെച്ച് ആടിയാൽ അതിന് സൗന്ദര്യം ഉണ്ടാവില്ല. അപ്പൊ അവരതിന് പ്രധാനമായി എടുത്തു പറഞ്ഞ കാര്യങ്ങൾ, ആണുങ്ങൾ കളിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അതിന് സൗന്ദര്യമുള്ള എന്ന് പറഞ്ഞാൽ മോഹിനിയാട്ടത്തിന് പറ്റിയ സൗന്ദര്യമുള്ള ശരീരം വേണം. അത് വേണ്ടെന്ന് ആർക്കാണ് അഭിപ്രായമുള്ളത് എനിക്കറിയില്ല. അതിന് ഉതകുന്ന ഒരു ശരീരം അതിന് വേണം, അതിന് ഉതകുന്ന ഒരു സൗന്ദര്യം അതിന് വേണം. കാലുകൾ എത്ര ഭംഗിക്ക് വച്ചാൽ അതിന് ഒരു അട്രാക്ഷൻ ഉണ്ടാകും, അത് എത്ര അകറ്റി വെച്ചാൽ അതിന് വിരക്തി ഉണ്ടാകും എന്നുള്ളതൊക്കെ കൃത്യമായും ഒരു ഡാൻസ് ടീച്ചർ എന്ന നിലയിൽ അവർക്കതറിയാം. ചുമ്മാ കണ്ടുകൊണ്ട് നിൽക്കുന്ന പ്രേക്ഷകരായ നമുക്കും ഇതൊക്കെ അറിയില്ലേ? ഒറ്റ നോട്ടത്തിൽ അറിയാം. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഈ പ്രശ്നത്തിന് ശേഷം SFIക്കാർ ഒരു പുരുഷനെ കൊണ്ടിട്ട് മോഹിനിയാട്ടം ആടിക്കുന്നത് ഞാൻ കണ്ടു. ശരിക്കും നല്ല കൊടവയറക്കുള്ളൊരു മനുഷ്യൻ, അയാൾ ഇങ്ങനെ തുള്ളിച്ചാടുകയാണ്. അതിനകത്ത് നമുക്ക് കണ്ടാൽ മോഹമൊന്നും വല്ലാതെ ജ്വലിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനത് ഏതോ പ്രശ്നക്കാരിങ്ങനെ ചർച്ച ചെയ്യുന്നതിന്റെ ആ വീഡിയോ ഞാൻ ശ്രദ്ധിച്ചു. അതിനകത്ത് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല. എല്ലാ മേഖലയ്ക്കും അതിൻ്റെതായ മികവ് വേണം. ചില പോലീസുകാര് ഒരുങ്ങി റോഡിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കണ്ടാൽ അരിച്ചാക്ക് കൂട്ടിക്കെട്ടിയതുപോലെ അരക്കെട്ടൊക്കെ കെട്ടി അയാൾ നിൽക്കുന്നതാണ്. അപ്പൊ നമ്മൾ എന്നെ പറഞ്ഞിട്ടുണ്ട്, പാവം ഇയാളെ ആരാണ് പോലീസിലെടുത്തത് എന്ന് പറഞ്ഞാൽ, പോലീസിൽ നിൽക്കുമ്പോൾ അയാളുടെ ആ നിൽപ്പ് കണ്ടാൽ അയാൾ പോലീസാണെന്ന് മനസ്സിലാക്കണം. അയാളുടെ ശരീര ആകൃതി അതിനും വേണ്ടും ഉണ്ടാവണം. പട്ടാളക്കാരെ നമുക്കറിയാലോ, ഒരുങ്ങി നിന്നാലെല്ലാം ഒരച്ചിൽ വാർത്തിട്ടതുപോലെ കൃത്യമായി അവരെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ്, അവരെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. കാരണം ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് അവരെ അതിന് പരിശീലിപ്പിച്ചെടുക്കുകയാണ്. പട്ടാളത്തിൽ അത് പെൻഷനാകുന്നതിന്റെ അന്ന് വരെ ആ പരിശീലനങ്ങൾ തുടരുകയും ചെയ്യണം. പോലീസിൽ അല്പം വ്യത്യാസമുണ്ട്.
എല്ലാ ദിവസവും പരിശീലനമൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ഇതിൽ എങ്ങനെയെങ്കിലും കയറി പറ്റിയതിന് ശേഷം ആ രൂപത്തിന് വ്യത്യാസം വരുമായിരിക്കും. നമുക്കത് കണ്ടാൽ അവരോട് സഹതാപം തോന്നാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും. അവരെടുത്തു പറയുന്നുണ്ട് സൗന്ദര്യം ഇതിൽ പ്രധാനമാണ്. പുരുഷൻ കളിക്കുന്നത് മോഹിനിയാണ് കളിക്കേണ്ടത്, മോഹനനല്ല. അതൊക്കെ അവർ തമാശ രൂപേണ പറയുന്നതാണ്. എങ്കിൽ പോലും അവർ പറയുന്നുണ്ട് അവരുടെ അടുക്കൽ പഠിക്കാൻ പറ്റുന്ന ആൾക്കാരെ അവരെല്ലാരും പഠിപ്പിക്കാറുണ്ട്. പക്ഷേ മത്സരങ്ങളിൽ നിങ്ങൾ പോകരുത്. കാരണം അതിനൊത്ത ശരീരമില്ലെങ്കിൽ, അതിനൊത്ത കളിക്കാനുള്ള വാസനയില്ലെങ്കിൽ അവകളിൽ വിജയിക്കില്ലെന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അവരത് പറഞ്ഞു കൊടുത്തത്. പിന്നെയും അവർ ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞു. അവർ പലയിടങ്ങളിൽ മാർക്കിടാൻ പോകാറുണ്ടെന്നും ആ മത്സരത്തിന് മുമ്പ് തന്നെ കയ്യിൽ ഒരു ഷീറ്റ് കൊടുക്കുകയാണ്, അതിൽ ആൾക്കാരുടെ പേര് പരാമർശിച്ചിരിക്കുകയാണ്, ഇവരെയൊക്കെയാണ് വിജയിപ്പിക്കാൻ. അപ്പോൾ അവിടെയൊക്കെയുള്ള രാഷ്ട്രീയത്തിന്റെ അതിപ്രസരത്തെ അവരൊരു വാക്കിൽ എടുത്തങ്ങനെ ഉദ്ധരിച്ച് നിർത്തിവിടുകയാണ്. ഏതായാലും ഈ പരാമർശങ്ങളൊക്കെ അവരുടെ വായിൽ നിന്ന് വന്ന ഇത്തരത്തിലുള്ള പരാമർശങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം. കലയ്ക്ക് കലയുടേതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി നിലനിർത്താൻ കഴിയണമെങ്കിൽ അതിനുതകുന്ന മാനസിക ഒരുക്കവും അതിനുതകുന്ന ശരീരഭാഷയും ശരീര സൗന്ദര്യവും അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ സൗന്ദര്യമില്ലാത്തവർക്ക് കളിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ അവർക്ക് മറ്റു പല കളികളും ഉണ്ടാകാം. അല്ലെങ്കിൽ തന്നെ അവർ പറയുന്നു നിങ്ങൾക്ക് കളിക്കാം, പക്ഷെ മത്സരത്തിൽ നിങ്ങൾ പങ്കെടുത്താൽ വിജയിക്കില്ല എന്നതാണ് അവരുടെ ഭാവം. ആ കാര്യം പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുള്ളതായി എനിക്ക് തോന്നുന്നില്ല. അത് വളരെ പ്രധാനമായ കാര്യമാണ്. എല്ലാവരും കൂടെ എന്നെ പൊങ്കാലിടാനൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കൂ. എല്ലാ ടെലിവിഷൻ കാര്യം മൈക്കും കൊണ്ട് അവരടുത്ത് വന്ന് നിൽക്കുമ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ എന്നെ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഇത്രയും നാളുകളായി ഞാൻ ഇവിടെ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പഠിപ്പിച്ച് ഞാൻ ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് കണ്ണായ സ്ഥലത്ത് ഞാൻ സ്ഥലം വാങ്ങി താമസിക്കുന്നത്. അപ്പോൾ ഒരു പട്ടണത്തിന്റെ കണ്ണായ സ്ഥലത്ത് സ്ഥലം മേടിച്ച് വീട് വെച്ച് പാർക്കത്തക്ക നിലയിൽ അത്രയും സമ്പത്ത് അവരുണ്ടാക്കിയിട്ട് പോലും അവരെടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ ആരും എന്നെ കണ്ടിട്ടില്ലല്ലോ, എന്റെ അടുത്ത് ഇതുവരെ വന്നിട്ടില്ലല്ലോ, എന്താ എന്റെ കാര്യം? ഇപ്പറഞ്ഞ മേഡത്തിനും വെളുപ്പുണ്ടെന്നേ ഉള്ളൂ. അവർക്ക് ഒരു മോഹിനിയാട്ടം കളിക്കാൻ പറ്റിയ മുഖസൗന്ദര്യം ഇല്ല. അവരെ കുറിച്ച് ആരൊക്കെയോ പരാമർശത്തിൽ പറഞ്ഞ കേട്ടോ, അവരുടെ ഷേപ്പ് സിലിണ്ടറിക്കൽ ഷേപ്പാണ്. എനിക്കറിയില്ല, അവർ മോഹിനിയാട്ടം ആടുന്നത് ഞാൻ കണ്ടിട്ടുമില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ അവരുടെ മോഹിനിയാട്ടവും അട്രാക്റ്റീവ് അല്ല എന്ന് ആരോ പറയുന്നത് കേട്ടു. അത് ശരിയാണെന്നതിന് വഴിമരുന്നിടുന്നതാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ്. ഞാനൊരു ടീച്ചറാണ്, ഞാൻ ഇത്രയും വർഷം കളിച്ചു, പക്ഷേ എന്നെ ആർക്കും കാണാൻ പറ്റിയില്ല, എന്നെ ലോകത്തിന് മുമ്പിൽ ആരും കണ്ടില്ല. എന്താ കാര്യം? ഒന്ന്, സൗന്ദര്യക്കുറവ് തന്നെയാണ്. രണ്ട്, അവർക്ക് പൊളിറ്റിക്കൽ പിടിയില്ല എന്നതും അതിനകത്തുനിന്ന് വ്യക്തമാണ്. അപ്പോൾ ശരിക്കും പൊളിറ്റിക്കൽ പിടിയുണ്ടെങ്കിൽ, പിടിപാടുണ്ടെങ്കിൽ നമുക്കിവിടെ ഷെയ്പ്പ് ഇല്ലെങ്കിലും കളിക്കാം എന്നൊരു തലത്തിലേക്ക് നമ്മുടെ സമൂഹം അധപ്പതിച്ചിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഷെയ്പ്പും സൗന്ദര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും വേദികളിൽ അത്ര തിളങ്ങാൻ പറ്റിയ സാഹചര്യം കേരളത്തിൽ ഇല്ല എന്നതും വ്യക്തമാണ്. ചുരുക്കി പറഞ്ഞാൽ നല്ല കലകൾ അവകളുടെ മികവിൽ, അവകളുടെ ക്വാളിറ്റിയിൽ ഇന്ന് നിലനിൽക്കുന്നില്ല എന്നും അവകൾ പൊതുജന സമക്ഷം എത്തുന്നില്ല എന്നും വ്യക്തമാണ്. സിനിമകളും മറ്റ് കലാരീതികളും ഒക്കെ ഇവിടെ തകർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അതിന്റെ അർത്ഥം ഇവകൾക്കകത്തേക്ക് കൃത്യമായ രാഷ്ട്രീയ തിമിരവും രാഷ്ട്രീയ അർബുദം ബാധിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ്. വേണ്ടപ്പെട്ടവരുടെ മക്കൾ മത്സരിക്കുമ്പോൾ അവകൾക്ക് കലയുടെ ക്വാളിറ്റി ഇല്ലെന്ന് വരികിലും അവർക്കൊക്കെ മത്സരത്തിൽ വിജയികളാകുവാൻ കഴിയുന്നു എന്നുള്ളത് ഖേദകരമായ കാര്യം തന്നെയാണ്. അതാണ് അവർ എനിക്ക് തൊലി പൊള്ളും എന്നവർ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥവും. അതുകൊണ്ട് സത്യഭാമ പറഞ്ഞതിൽ കാര്യമില്ലെന്നൊന്നും നമുക്ക് പറയാൻ ഒരിക്കലും സാധ്യമല്ല. സത്യഭാമ പറഞ്ഞത് ആ കലയ്ക്ക് അതിൻ്റെതായ സൗന്ദര്യം വേണം, അതിൻ്റെതായ ശരീര വടിവ് വേണം, അതിൻ്റെതായിട്ടുള്ള മാനസിക ഒരുക്കം വേണം. രാഷ്ട്രീയത്തിന്റെ കടന്നുകയറ്റം പാടില്ല. ഇവകളെല്ലാം ഉണ്ടെങ്കിലേ ആ കലയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റിയിൽ നിലനിൽക്കുവാൻ കഴിയൂ. അതിന് യാതൊരു സംശയവുമില്ല. അല്ലാതെ അവര് പറഞ്ഞ വെളുപ്പ്, അവരുടെ മുഖത്ത് കാണുന്ന വെളുപ്പും മറ്റാരോ കാണുന്ന കറുപ്പിനെയും താരതമ്യം ചെയ്ത് പറഞ്ഞതല്ല. കറുപ്പിന് അതിൻ്റെതായിട്ടുള്ള അഴകുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ തൊലി കറുപ്പുള്ളയാള് മോഹിനിയാട്ടം ആടിയാൽ കൊള്ളത്തില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അതിനും ഒരു അട്രാക്ഷൻ വേണം. പൗഡറിനും മറ്റു തര സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും മനുഷ്യന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട്. അവകൾക്ക് മുകളിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് ചെന്നെത്താനാവില്ല. അതുകൊണ്ട് അത്യാവശ്യം ആകാര ഭംഗിയും അത്യാവശ്യം സൗന്ദര്യവും കളിക്കാനുള്ള താലന്തും ഇല്ലാതെ
ഈ കലകളിലൊന്നും ആർക്കും തിളങ്ങുക സാധ്യമല്ല. അവർ പറഞ്ഞ പരാമർശങ്ങളിൽ ജാതി അധിക്ഷേപമോ ഏതെങ്കിലും വ്യക്തിയെ അധിക്ഷേപിക്കലോ ഉണ്ടെങ്കിൽ അവകൾ ഒഴിച്ച് ബാക്കി മുഴുവൻ പറഞ്ഞ കാര്യങ്ങളും സത്യമാണ് എന്ന കാര്യത്തിന് സംശയം വേണ്ട. അവകളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. നല്ല കലകൾ എക്കാലത്തും നിലനിൽക്കട്ടെ. രാഷ്ട്രീയ അർബുദം ബാധിച്ചവകൾ അവസാനിച്ചു പോകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.